ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി കോട്ടൺ ചുരിദാറിൻ്റെ വീഡിയോ വന്നിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു അടിപൊളി കോട്ടൺ ചുരിദാർ വീഡിയോ വരാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ അതാണ് ഇത്. നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടത് 499 ടൂട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ചുരിദാർ സെറ്റായിരുന്നു. അതിന് ഒന്നും സ്റ്റോക്കില്ല കേട്ടോ. ഇത് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട്, കാരണം അത്രത്തോളം ഡിമാൻഡിലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു അത്. ഇനി അത് റീസ്റ്റോക്ക് ഉണ്ടാവുമോ ചോദിച്ചാൽ ഡൗട്ടാണ്. അത് റീസ്റ്റോക്ക് ഉണ്ടാവാൻ ചാൻസ് ഭയങ്കര കുറവാണ്. നമ്മുടെ ഗൗൺ റീസ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ, അത് പെട്ടെന്ന് കൊണ്ടുവരാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് രണ്ട് ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ടാണ് അത് കുറച്ച് ലാഗ് ആവുന്നത്. കാരണം ഗൗൺ എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ എനിക്ക് സെയിൽ ചെയ്യാനുള്ളൊരു താമസം വരും, അതുകൊണ്ടാണ് ഇങ്ങനെ ലാഗ് ആക്കുന്നത് കേട്ടോ. പിന്നെ അധികം കിട്ടുന്നില്ല. എങ്ങനെ ഓർഡർ നൽകേണ്ടത് ഇവിടെ സ്ക്രീനിൽ നമ്പറുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്. ഇതിലോട്ട് സ്ക്രീൻഷോട്ട് വിടുക, തന്നെ ഇത് അവൈലബിൾ ആണ്. ഈ പ്രൊഡക്റ്റ് എടുക്കുക. നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തോട്ടും അവൈലബിൾ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. അതുപോലെ നിങ്ങൾ മെസ്സേജ് വിട്ട് കറക്റ്റ് ടൈമിൽ എനിക്ക് നോക്കാൻ വയ്ക്കില്ല. ഞാൻ പക്ഷേ 1 by 1 ആയിട്ട് കറക്റ്റാണ് താഴത്തുനിന്ന് മെസ്സേജ് നോക്കുന്നത്. ഇടയ്ക്ക് കോൾ ചെയ്യുന്നവർക്ക് ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് ഓർഡർ എടുക്കും ചെയ്യും, കാരണം അവർക്ക് അത് അത്രയും വേണമെന്നുള്ളതുകൊണ്ടാണല്ലോ അവർ കോൾ ചെയ്യുന്നത്. പക്ഷെ അത് എത്തിയിട്ട് ഞാൻ കട്ടാക്കിയാണെങ്കിൽ നിങ്ങൾ വീണ്ടും കോൾ ചെയ്യരുത്, ഞാനത് നോക്കൂ കേട്ടോ. പിന്നെ റിപ്ലൈ ഡിലേ ആകുമ്പോൾ പലർക്കും ദേഷ്യം വരുന്നുണ്ടെങ്കിൽ എന്താ മെസ്സേജ് നോക്കാത്ത, ഓർഡർ എടുക്കാത്തേ പറഞ്ഞിട്ട്. നമുക്ക് 1 by 1 ആയിട്ട് ഓർഡർ എടുക്കാൻ പറ്റത്തുള്ളൂ, കാരണം എനിക്കിത് കുറച്ച് ഞാൻ ഓർഡർ എടുത്തിട്ട് അത് പേക്ക് ചെയ്തിട്ട് ഞാൻ അടുത്ത ഓർഡർ എടുക്കുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അത് ചിലപ്പോൾ പേക്ക് ചെയ്യാൻ മറക്കുക, അല്ലെങ്കിൽ എനിക്ക് പേടിയാണ്. കാരണം നിങ്ങൾ ഓർഡർ വന്ന് എനിക്ക് കറക്റ്റ് നിങ്ങൾക്ക് തരണം. ചിലപ്പോൾ എങ്ങാനും ഇടയിൽ വിട്ടുപോയാലോ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പേക്ക് ചെയ്തിട്ട് അടുത്ത ഓർഡർ എടുക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ലാഗ് അടുപ്പിക്കുന്നില്ല. ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ, ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല. ഇത് ടൂണിക് ടോപ്പാണ് കേട്ടോ. ഇതൊരു 36 അത്ര ലെങ്ത് കിട്ടത്തുള്ളൂ. നമ്മുടെ ജഗിനും ജീനൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടോപ്പാണ്. അപ്പോൾ ഇതിന്റെ വീഡിയോ ഇട്ടിരുന്നത് കാണാത്തവരാണെങ്കിൽ താഴെ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. 399 വരുന്നുള്ളൂ കേട്ടോ. നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട്. ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കിയതാണ്. നല്ല അടിപൊളി ആയിട്ടാട്ടോ, നമുക്ക് പുറത്തോട്ടൊക്കെ ഇടാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റാ കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ടോപ്സ് ഇനി അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. 399 ഉള്ളൂ. ഓൾ ഓവർ ഇന്ത്യ ഫ്രീ സർവീസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ലാഗ് അടുപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് 1 by 1 ആയിട്ട് കളക്ഷൻസ് കാണാം. പ്രൈസ് വരുന്നത് 690 ആണ് കേട്ടോ. 690 രൂപയാണ്. നല്ല കോട്ടൺ സെറ്റാണ്. 890, 999 ഒക്കെ റേറ്റ് വരുന്ന കോട്ടൺ സെറ്റാണ്. 690 ഫ്രീ ഷിപ്പാണ്. ഓൾ ഇന്ത്യ സർവീസ് ഫ്രീ ആണ് കേട്ടോ. അതും അത്യാവശ്യം ലെങ്ത്തിൽ വന്നിട്ടുണ്ട്. ലെങ്ത്ത് കുറവൊന്നുമല്ല. നമ്മുടെ കാവ്യയുടെ ഒക്കെ പ്രൊഡക്റ്റ് എന്താ ഇപ്പോൾ കൊണ്ടുവരാത്ത ചോദിച്ചാൽ, ഇതിപ്പോൾ യൂട്യൂബ് തുറന്ന കാവ്യൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അതൊരു കോമൺ ആയിട്ടുണ്ട്. നമുക്ക് പലർക്കും ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് എല്ലാവരും ഇട്ട് കാണുന്നത് ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത് കേട്ടോ. കാവ്യ സംഭവം നല്ല പ്രീമിയം ക്വാളിറ്റി ലൈറ്റാണ്, പക്ഷെ ഇപ്പോൾ അത് കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ. നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട്. കോട്ടൺ ആണ്. നിങ്ങൾ ഫോട്ടോ ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മടക്കിയിട്ടുള്ള അതിൻ്റെ കളർ ഫോട്ടോ വിട്ടുതരും. നിങ്ങൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് നിവർത്തി ഫോട്ടോ ചോദിക്കരുത്, കാരണം ടൈം എടുക്കും. എനിക്ക് വേഗം വിട്ടുതരാൻ പറ്റത്തില്ല. നിങ്ങൾ അത് ആവശ്യപ്പെട്ടിരിക്കുമ്പോൾ ഇത് ഓർഡർ വേറെ പോയിട്ടുണ്ടാകും. കളർ മനസ്സിലാകാൻ വേണ്ടി ഞാൻ കറക്റ്റ് ഫോട്ടോ എടുത്ത് വിട്ടുതരും. പക്ഷെ ഫുൾ സെറ്റ് നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് നേരം എടുക്കും, കാരണം ഫുൾ സെറ്റ് ഞാൻ കറക്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ. കളർ വേരിയേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് ഫോട്ടോ വിട്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയല്ല, ഇങ്ങനെ മടക്കി വെച്ചിട്ട്. അപ്പോൾ ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ നെക്കിൽ കണ്ടല്ലോ, നെക്കിൽ നല്ല വൈറ്റ് എംബ്രോയ്ഡറി ത്രെഡാണ് വന്നിട്ടുള്ളത്. നല്ലൊരു സ്റ്റാൻഡേർഡ് ഐറ്റാണ് കേട്ടോ. ലോക്കൽ ഐറ്റം അല്ല, നല്ല സ്റ്റാൻഡേർഡ് ലൈറ്റാണ്. 3/4 സ്ലീവ് ഉണ്ട്. കോട്ടൺ ആണ്, അതുകൊണ്ട് ചിലപ്പോൾ ഫസ്റ്റ് വാഷിൽ മേ ബി ചുരുങ്ങാനും ജസ്റ്റ് ഒന്ന് കളർ പോകാനും ചാൻസ് ഉണ്ട്. ഉറപ്പിക്കണ്ട, ചിലപ്പോഴേ പോകത്തുള്ളൂ. പക്ഷെ അത് വിചാരിച്ച് മെറ്റീരിയൽ ഒട്ടും കേട് വരത്തില്ല. നല്ലൊരു കോട്ടൻ്റെ ലൈനിങ്ങും വന്നിട്ടുണ്ട്. സ്റ്റിച്ചഡ് ആണ് കേട്ടോ. സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഞാൻ ലെങ്ത് ഒക്കെ ഞാൻ മെഷർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ടോപ്പാണ്. ഇതാണ് അതിൻ്റെ ഷോള്. കോട്ടൻ്റെ ഷോൾ തന്നെയാണ് കേട്ടോ. സോഫ്റ്റ് കോട്ടൺ അല്ല. അതിന് വാഷ് ചെയ്താൽ ചിലപ്പോൾ ഒന്ന് ഓക്കെ ആവുണ്ടാകും, കാരണം ഇത് കുറച്ച് നല്ല പൊന്തപ്പൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇട്ടപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വാഷ് ചെയ്ത് ഒന്ന് ഉഷാറായിക്കോളും. കാരണം കോട്ടൺ അങ്ങനെയാണ് പൊതുവെ. വാഷ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ പശ പോലത്തെ ഒക്കെ സംഭവം പോയിട്ട് ക്ലോത്ത് ഒന്നും പാടെ ഒരു ഇതായി കിട്ടുക. അപ്പോൾ കോട്ടൺ ചോദിച്ചവരുണ്ടായിരുന്നു. ഷോളൊക്കെ അത്യാവശ്യം ഇട്ടപ്പോൾ കണ്ടല്ലോ, ലെങ്ത്തും വിടുത്തും വരുന്നുണ്ട്. ധൈര്യമായിട്ട് എടുത്തോളൂ. കോട്ടൺ ആണ്. 690 ഫ്രീ ഷിപ്പാണ്. 690 അഫോർഡബിൾ ആണ്, കാരണം ഇത് 690 പ്രൊഡക്റ്റ് അല്ല കേട്ടോ. എൻ്റെ അടുത്ത് എടുക്കുന്നവർക്ക് അറിയാം, ഞാൻ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റിനെ തരുന്നുള്ളൂ. ഇതാണ് അതിൻ്റെ ബോട്ടം തന്നെ കോട്ടൺ തന്നെയാണ് കേട്ടോ. കണ്ടല്ലോ, നല്ലൊരു അലാസ്റ്റിക്കും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കി പറഞ്ഞുതരാം. ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. ഓക്കെ, 3XL മെഷർമെന്റ് ആണ് കേട്ടോ. XL വേണ്ടവർ എടുത്തോളൂ, ഒന്ന് ഷേപ്പ് ചെയ്ത വൃത്തി കിട്ടിക്കോളും. 3XL കിട്ടുന്നുണ്ട്. 23 വൺ സൈഡ്. പക്ഷെ കോട്ടൺ ആയതുകൊണ്ട് ചുരുങ്ങോന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് 23 തന്നെ വേണമെന്നുള്ളവര്
കഴിയണത് എടുക്കാതിരിക്കുകയായിരിക്കും ചിലപ്പോൾ നല്ലത്. കാരണം എങ്ങാനും ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇടാൻ പറ്റാതാവും. കാരണം കോട്ടണിക്ക് ആ ഒരു പ്രശ്നമുണ്ട്. ഫസ്റ്റ് വാഷിൽ ചുരുങ്ങത്തുള്ളൂ. സ്ലീവ് ഒരു 17 കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ XXLർക്ക് എന്തായാലും എടുക്കാം. 3XLർക്ക് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. സംഭവം 3XLൻ്റെ മെഷർമെൻറ്റ് ഉണ്ട്. പക്ഷെ കോട്ടൺ ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പറയാൻ അറിയുന്നില്ല. ഹിപ്പ് സൈസ് വരുന്നത് 25 കേട്ടോ. ഇതിൻ്റെ ലെങ്ത് ഞാൻ പറഞ്ഞുതരാമേ. ലെങ്ത് 46 ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞത് അത്യാവശ്യം ലെങ്ത് കിട്ടുന്നുണ്ട്. സാധാരണ കോട്ടൺ ചുരിദാർ 43, 44 കിട്ടത്തുള്ളൂ. ഇത് 46 ഉണ്ട് കേട്ടോ. നമ്മുടെ 3/4 കറക്റ്റ് ലെങ്ത് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇത് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ്. ഫംഗ്ഷൻസ് വെയർ ആയിട്ടൊക്കെ. കാരണം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. ഞാനൊന്ന് ഇട്ട് നോക്കി. പിന്നെ എത്രയെന്ന് വെച്ചിട്ട് തന്നെ ഇങ്ങനെ എടുക്കുക. അതുകൊണ്ട് ഞാൻ എടുക്കാൻ നിന്നില്ല. ചിലപ്പോൾ ഞാൻ എടുക്കും ചെയ്യും. അങ്ങനെ ബോട്ടം വരുന്നത് 40 ആണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇനി ഇതിൻ്റെ കളേഴ്സും ബാക്കി പ്രിന്റും കാണിച്ചു തരാം കേട്ടോ. ഇനി പെട്ടെന്ന് കാണിക്കാം. ഇല്ലെങ്കിൽ വീഡിയോ നല്ല ലെങ്തി ആവും. പിന്നെ എനിക്കിത് അപ്ലോഡായി കിട്ടത്തില്ല. നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഞാൻ ടോപ്പ് നിവർത്തി കാണിച്ചു തരാം. ബോട്ടം ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടല്ലോ, നല്ല എന്താ പറയുക, ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ നല്ല സ്റ്റാൻഡേർഡ് ത്രെഡാട്ടോ. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. കാരണം ഞാനൊന്ന് ഇട്ട് നോക്കിയതായിരുന്നു. പക്ഷെ എനിക്ക് ലൂസാണ്. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ റെഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിരുന്നു. ഇതാണ് ഇതിൻ്റെ ബോട്ടം, ഇതിൻ്റെ ഷോൾഡർ കേട്ടോ. നേരത്തെ ഞാൻ കാണിച്ചു തന്നല്ലോ, കണ്ടല്ലോ, ഇങ്ങനെയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ എടുത്തോളൂ. 690 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പാണ്. 690 എന്ന് കേൾക്കുമ്പോൾ ഇനി റേറ്റ് ഓവറായി ഒന്നും കരുതണ്ട. ഈ പ്രൈസിന് ഇത് കിട്ടത്തില്ല കേട്ടോ. മിനിമം 890 ഇല്ലെങ്കിൽ 790 സെയിൽ ചെയ്യാൻ പറ്റിയൊരു ഐറ്റം ആയിരുന്നു. പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു ഓഫർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് 690 കൊണ്ടുവന്നിട്ടുള്ളത്. അതും ഷിപ്പിങ്ങും കൂടി ഫ്രീ ആക്കിയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ. വൈറ്റിൽ അതെല്ലാം പറഞ്ഞ നല്ല സ്റ്റാൻഡേർഡ് ഐറ്റമാണ്. ലോക്കൽ ഐറ്റം ഒന്നുമല്ല. കുഞ്ഞു ഫ്ലോറൽ വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ സെറ്റിങ്ങിൽ തന്നെ കറക്റ്റ് വെക്കട്ടെ. അല്ലെങ്കിൽ എനിക്ക് മടക്കി വെക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ടം കാര്യം മാറിപ്പോയാലോ. പിന്നെ നെക്സ്റ്റ് ഇത് അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. സ്റ്റിച്ചിങ് ഒക്കെ പക്ക ഫിനിഷിങ് ഉണ്ട്. ഓക്കെ, കണ്ടല്ലോ, ഇങ്ങനെ അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ്. പിന്നെ ടോപ്പിൻ്റെ ഇൻഡിലായിട്ട് ഒരു ജസ്റ്റ് ലൈസ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇത് അതിൻ്റെ ബോട്ടം, അതിൻ്റെ ഷോളും ആണ് കേട്ടോ. അപ്പോൾ ഒരു പ്രിൻറ്റ് കണ്ടല്ലോ. ഇനി 1, 2, 3, 4, 5, 6 പ്രിൻറ്റ് കാണിക്കാണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് ഇത് കറക്റ്റ് തന്നെയാണ്. 1 സൈഡ് 23 ഉണ്ട്. പക്ഷേ XXLും XLും വേണ്ടി എടുത്തോളൂ. 3XLർക്ക് ചുരുങ്ങി പോകുമെന്ന് എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ ചുരുങ്ങത്തും ഉണ്ടാവില്ല. പക്ഷെ കോട്ടൺ പൊതുവെ ഫസ്റ്റ് വാഷിൽ ചുരുങ്ങും എന്നാണ് പറയാറ്. നെക്സ്റ്റ് ഇത് ഇനി ഒരു പൊടിക്ക് ഇതിൽ മിക്സിങ് ഉണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. എനിക്കിത് പ്യുവർ കോട്ടൺ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ ഒരു ഐറ്റാണ് കേട്ടോ. ഇതിൻ്റെ നെക്ക് ഉണ്ടല്ലോ, നല്ല അടിപൊളി വർക്കാണ് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ നല്ല സ്റ്റാൻഡേർഡ് ഐറ്റാണ്. ലോക്കൽ ഐറ്റം അല്ല കേട്ടോ. നിങ്ങൾക്കിത് ഫങ്ഷൻസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ വലിയൊരു ഷോപ്പിൽ പോവുകയാണെങ്കിൽ ഇതിനൊക്കെ 1000 എബോവ് പറയൂ കേട്ടോ. കാരണം അവർക്ക് മുതലാവണ്ടേ. ഓക്കെ, കണ്ടല്ലോ. ഇതിൻ്റെ ബോട്ടം കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പ്രിന്റ് വരുന്നത്. ഒരു നോർമൽ പലാസോ ബോട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഷോള് ഞാൻ ഒന്നിൻ്റെ ഷോള് നിവർത്തി കാണിച്ചു തരാം കേട്ടോ. കാരണം ബാക്കി കളർ ചേഞ്ച് ആയിരിക്കും. എങ്കിലും ഒരു ഷോൾ നിങ്ങൾക്ക് നിവർത്തിയാലുള്ളൂ അതിൻ്റെ പ്രിന്റ് മനസ്സിലാവുക. കണ്ടല്ലോ, ഇതുപോലെയാണ് കേട്ടോ. ഷോളൊക്കെ പ്യുവർ കോട്ടൺ തന്നെയാണ്. ഷോളിൽ മിക്സിങ് ഇല്ല. സംഭവത്ത് പ്യുവർ കോട്ടൺ തന്നെ തോന്നുന്നു. കാരണം ഇതിൽ മിക്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇത് കോട്ടൺ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിപ്പിച്ചിട്ടുള്ളതും. എങ്കിലും ഞാനൊന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇത് അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ 1 by 1 ആയിട്ട് വേണ്ടവർ ഓർഡർ തരിക. ഞാൻ 1 by 1 ആയിട്ട് നോക്കത്തുള്ളൂ കേട്ടോ. ഇവിടെ നല്ല വർക്കാണ് കേട്ടോ. അപ്പോൾ കല്യാണമൊക്കെ ഉള്ളവർ എടുത്തോളൂ. കാരണം കോട്ടൺ മാത്രം യൂസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അവർക്ക് ഇത് വളരെ അഫോർഡബിൾ ആയിരിക്കും. കാരണം അങ്ങനെ ഇടുന്നവർക്ക് ഇതിൻ്റെ പ്രൈസ് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ വർക്ക് സംഭവം ഹൈലൈറ്റ് ആണ് കേട്ടോ. എനിക്കൊന്ന് വീഡിയോയിൽ അത്രക്ക് അങ്ങോട്ട് ഭംഗി കിട്ടുന്നില്ല. അത് അതിൻ്റെ ബോട്ടം ഷോളാണ്. ഒന്ന് ഞാൻ നിവർത്തിയോണ്ടാണ് കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. കാരണം എല്ലാത്തിൻ്റെ ബോട്ടം ഷോളും നിവർത്തണ്ടല്ലോ. ടോപ്പിൻ്റെ ഒരു ഭംഗി അറിയാൻ വേണ്ടിയിട്ടാണ് ടോപ്പ് നിവർത്തി കാണിക്കുന്നത്. ഇതാണ് നെക്സ്റ്റ് കളർ കേട്ടോ. അപ്പോൾ ഈ പ്രിന്റ് കണ്ടല്ലോ. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്തൊരു പ്രിന്റ് കാണാം. എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിൽ ഏതെടുത്ത് പറയുന്നു അതിനാണ് മെയിനായിട്ട് എനിക്ക് ഓർഡർ വരാറ്. അതുകൊണ്ട് ഇക്കുറി ഞാൻ ഒന്നും എടുത്ത് പറയുന്നില്ല. സംഭവത്തിൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഐറ്റം ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നില്ല ഗൈസ്. അപ്പം നിങ്ങൾ എനിക്ക് അതിന് മാത്രം ഓർഡർ തരികയാണ്. എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. നേരിട്ട് കാണാൻ അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. വീഡിയോയിൽ കാണുന്ന പോലെ ആയിരിക്കില്ല, നേരിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു പ്രിൻ്റാണ്. ഇതെല്ലാം ഭംഗിയുണ്ട് കേട്ടോ. ഇതിലൊക്കെ നമ്മുടെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടായതുകൊണ്ട് ക്വാണ്ടിറ്റി കുറവായിരിക്കും ഓരോ പീസിലും. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ തന്നാൽ മതി കേട്ടോ.
കണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടിലെ വർക്ക് നല്ല നല്ല എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്, നല്ല അടിപൊളി. ഇതിന് മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രിൻറ്റിന് ഓർഡർ കൂടുന്നു, കാരണം ഈ പ്രിൻറ്റ് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ ബോട്ടം കാണിച്ചു തരാം കേട്ടോ. ചിലപ്പോൾ ഈ ഒരു പ്രിൻറ്റ് ഞാൻ കൊടുക്കും. പക്ഷെ എനിക്കിത് സൈസ് ഓവറാണ്. പിന്നെ ഷേപ്പ് ചെയ്ത് ഞാൻ ഇങ്ങനെ സ്ലിറ്റ് ഇറങ്ങിപ്പോയതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. എനിക്ക് പറ്റിയ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് ഷേപ്പ് ചെയ്യാറാണ് പൊതുവേ. ചിലപ്പോൾ 3XL എനിക്ക് സ്ലിറ്റൊക്കെ താഴെ ആയിരിക്കും, എങ്കിലും ഞാനത് മെയിൻ ആക്കാറില്ല. ഇതാണ് കേട്ടോ അതിൻ്റെ ബോട്ടമൊക്കെ അത്യാവശ്യം കട്ടി വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഷോള് കാണിച്ചു തരാം. ഷോൾ ഇതേ ഇങ്ങനെയാണ് കേട്ടോ. നല്ല അടിപൊളി ഷോളാണ് കേട്ടോ. നല്ല ലെങ്ത്തും വിടുത്തുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ, ലെങ്ത്തും വിടുത്തൊക്കെ വരുന്ന നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കാവ്യൻ്റെയിലേറെ നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. കാവ്യ പിന്നെ ഒരു പ്രീമിയം ക്വാളിറ്റിയിലൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. അത് പിന്നെ നമുക്ക് റേറ്റും കുറച്ചാണ് സെയിൽ ചെയ്യുന്നത്, 550 പക്ഷെ ഇത് നമുക്ക് റേറ്റ് കുറക്കാൻ പറ്റിയില്ല, കാരണം ഇത് വേറൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഇത് അതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ തന്നോളൂ കേട്ടോ. അത്യാവശ്യമുള്ളവർ, അതായത് ഈ പീസ് എന്തായാലും വേണമെന്നുള്ളവർ കോൾ ചെയ്തോളുണ്ട്. പക്ഷെ കോൾ ഞാൻ കട്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും അടിക്കരുത് കേട്ടോ. അപ്പം ഞാൻ നോക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ കോൾ കട്ടാക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് നെക്സ്റ്റ് അതിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഷെയ്ഡൊന്നും എനിക്ക് കറക്റ്റ് പറയാൻ അറിയുന്നില്ല, ഓൾമോസ്റ്റ് കറക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾ കാണുന്ന ഷെയ്ഡ്. കാരണം എനിക്ക് ഓരോന്നും കണ്ടിട്ട് എന്താ പറയുക, അതിൻ്റെ ഭംഗി ഞാൻ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. സംഭവം ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് കേട്ടോ ഈ പ്രൊഡക്റ്റൊക്കെ ശരിക്കും കാണുന്നത്. കാരണം എനിക്കിത് എല്ലാം നിവർത്തി നോക്കാൻ നമുക്കും ബുദ്ധിമുട്ടാണല്ലോ, പിന്നെ ഇതൊക്കെ ഞാൻ തന്നെ മടക്കി വെക്കണ്ടേ. അപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈമിലാണ് ഞാൻ ഓരോ പ്രിൻറ്റും കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഭംഗി വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ കറക്റ്റ് കിട്ടുന്നില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അത് അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു വൈറ്റ് എംബ്രോയ്ഡറി ആണ്, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ലെങ്ത്തുള്ള ടോപ്പാണ്, അതോട് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇത് 20 മിനിറ്റിലധികം പോകാൻ ചാൻസ് ഉള്ള വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാണിക്കാണ് കേട്ടോ. കാരണം ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ, പ്രിന്റ് കാണിച്ചാൽ മതിയല്ലോ. നെക്സ്റ്റ് ഇത് ഈ ഒരു പ്രിന്റാണ് കേട്ടോ. നല്ല ഒരു ഗ്രേ ഷെയ്ഡാണ്. ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്, കണ്ടല്ലോ. നല്ല അടിപൊളി പ്രിന്റാണ്. എല്ലാം സെയിം ആണ് കേട്ടോ. സ്ലീവും കാര്യമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നല്ലൊരു വൈറ്റിലാണ് ഇതിൻ്റെ യോക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഷോള് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഷോളാണ് ഇത്. എല്ലാത്തിൻ്റെയും ഓരോ പീസ് ഷോൾ ഞാൻ നിവർത്തി കാണിക്കുന്നുണ്ട്, പക്ഷെ എല്ലാ ഷോളും നിവർത്താൻ നിങ്ങൾ ആവശ്യപ്പെടരുത്. കണ്ടല്ലോ, ഇങ്ങനെയാണ് ഷോളിൻ്റെ പ്രിന്റ് വരുന്നത്. പിന്നെ ഇതാണ് കേട്ടോ അതിൻ്റെ ബോട്ടത്തിൻ്റെ വർക്ക്. ഇത് ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ നല്ലൊരു സെറ്റാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ തരിക കേട്ടോ. ഓക്കെ, കണ്ടല്ലോ. ഇത് ഡിസ്പാച്ച് കഴിയുന്നതും നാളെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഡിസ്പാച്ച് പോസ്റ്റലാണേലും DTDC ആണെങ്കിലും. പിന്നെ നിങ്ങൾ DTDC എടുക്കുന്നവർ ഒരു 3 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് കോൾ ചെയ്യുകൊണ്ടു. എന്താണെന്ന് വെച്ചാൽ 3 ദിവസമൊന്നും പിടിക്കത്തില്ല. ഇനി 3 ദിവസം പിടിക്കുന്നുണ്ടെങ്കിൽ വേഗം കോൾ ചെയ്യുക. ഒന്നെങ്കിൽ അവിടെ DTDC തന്നെ സ്റ്റെക്കായി കിടക്കുന്നുണ്ടാവും. പിന്നെ പോസ്റ്റിലാണെങ്കിൽ 4 വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത്. പക്ഷെ പോസ്റ്റിൻ്റെ കാര്യമാണ്, ചിലപ്പോൾ 4 ഉള്ളത് 2 ആഴ്ച വരെ പിടിച്ച കസ്റ്റമേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, സാധനം കിട്ടും, ചിലപ്പോൾ നേരം വരും. ഓക്കെ, പോസ്റ്റിൻ്റെ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 4 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കിട്ടണം എന്നാണ്. പക്ഷെ പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഡിലേ ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ DTDC അങ്ങനെ ഡിലേ ആവത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ കൊറിയർ ഓഫീസ് നിങ്ങളെ കോൾ ചെയ്യാത്ത പ്രശ്നമായിരിക്കും. അപ്പം നിങ്ങൾ 3 ദിവസമായിട്ടും കിട്ടിയില്ലെങ്കിൽ എനിക്കൊന്ന് വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യാം. പക്ഷെ കുറച്ചധികം ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നോട് പ്രൊഡക്റ്റ് കിട്ടിയില്ല, 10 ദിവസമായി 12 ദിവസമായി എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ട്രാക്ക് മിസ്സായിട്ടുണ്ടാകും. അപ്പോൾ അതിനുള്ള ഇടം വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത് കേട്ടോ. 3 വർക്കിംഗ് ഡേയ്സോട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കോൾ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സെറ്റാണ് കേട്ടോ. നെക്സ്റ്റ് ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ്. എല്ലാം നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒന്നും മോശമുള്ള കളേഴ്സ് ഇല്ല, എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ. ഒരുവിധം എല്ലാവർക്കും ചേരുന്ന കളേഴ്സ് തന്നെയാണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ എന്താ പറയുക, എല്ലാവർക്കും എടുക്കാൻ പറ്റും. പിന്നെ ഇത് ഒരുപാട് പേര് പേഴ്സണലായിട്ട് വിട്ടുതരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കുന്നതിന് മുൻപ് എനിക്ക് വിട്ടുതരാൻ ബുദ്ധിമുട്ടാണ്. അതിന് വീഡിയോ കാണിക്കണം എന്ന് മടിച്ചിട്ടല്ല, വീഡിയോയിൽ കാണിക്കാൻ കിട്ടില്ലല്ലോ എന്ന് മടിച്ചിട്ടല്ല, മറിച്ച് എനിക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സെറ്റ് തന്നെ പൊട്ടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ വീഡിയോ എടുത്ത ശേഷം ആകുമ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടാവുമല്ലോ. അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് മുൻപ് എനിക്ക് കളക്ഷൻസ് വിട്ടുതരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഓക്കെ, പിന്നെ അധികം പേര് നിങ്ങളുടെ കയ്യിലുള്ള കളക്ഷൻസ് ഒക്കെ വിട്ടുതരുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. അതിന് എനിക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട്. കാരണം നമ്മൾ യൂട്യൂബ് വഴിയാണ് ഓർഡേഴ്സ് എടുക്കുന്നത്. അതായത് വാട്സപ്പ് ത്രൂ ആണെങ്കിലും യൂട്യൂബ് വഴിയാണ് നമ്മൾ കസ്റ്റമേഴ്സിന് എടുക്കുന്നതും പ്രൊഡക്റ്റ് കാണിക്കുന്നതൊക്കെ. അപ്പം നിങ്ങൾ യൂട്യൂബിൽ തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റിയിട്ട് സ്ക്രീൻഷോട്ട് വിടുക കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോ കിട്ടും. കാരണം നമുക്ക് ഓൺലൈൻ ഗ്രൂപ്പ് ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ
നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് പറ്റിയത് പറയാം കേട്ടോ. പിന്നെ ഫോട്ടോ വിട്ടുതരും, അല്ലാതെ എനിക്ക് എല്ലാ ഫോട്ടോസും നിങ്ങൾക്ക് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് ഇതേ ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഇട്ടാലുണ്ടല്ലോ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇത് പിന്നെ കറക്റ്റ് ഷേപ്പ് അല്ല എന്നുണ്ടെങ്കിലും ഷേപ്പ് ഇതിട്ട് കഴിഞ്ഞാൽ ഒരു മുതലായിരിക്കും. പിന്നെ ഇത് അതിൻ്റെ ഷോള് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ഇതാട്ടോ അതിൻ്റെ ഷോൾ. ഇത് ഇങ്ങനെയാണ് വരുന്നത്, കണ്ടല്ലോ, നല്ല അടിപൊളിയാട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഷോൾ വരുന്നത്. ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഈ ഒരു പ്രിൻ്റാണ്. ഈ സെറ്റൊക്കെ ഭംഗിയുണ്ട് കേട്ടോ, എല്ലാ സെറ്റും ഭംഗിയുണ്ട് എങ്കിലും ഞാൻ പറയാം. കണ്ടല്ലോ. ഓക്കെ, ഇതിൻ്റെ കളേഴ്സ് പെട്ടെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ടോപ്പേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഒരു യെല്ലോ ഷെയ്ഡാണ്. യെല്ലോ ഒരുവിധം എല്ലാത്തിലും വന്നിട്ടുണ്ട് കേട്ടോ. കാരണം യെല്ലോക്കൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിമാൻഡാണ്, അതുകൊണ്ട് യെല്ലോ ഒക്കെ പെട്ടെന്ന് തീരും. ഇതതിൻ്റെ ഷോളും ബോട്ടമാണ്. അപ്പോൾ ആവശ്യമുള്ളത് പെട്ടെന്ന് ഓർഡർ ചെയ്യുക. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ടൈമിൽ ചിലപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാകും. പക്ഷെ നിങ്ങളൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഓക്കെ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് തീരും. അപ്പം നിങ്ങൾ പറയും നിങ്ങളല്ലേ ഉണ്ട് എന്ന് പറഞ്ഞത്, പിന്നെ എന്തേ ചോദിക്കും. സ്റ്റോക്ക് തീരും. കാരണം നമ്മൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് ഫോർവേഡ് ചെയ്യും. സോ ആരാണോ ആദ്യം ഓർഡർ നൽകുന്നത് അവർക്ക് സ്റ്റോക്ക് പോകുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ഇതേ അതിൻ്റെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഇത് ഫുള്ള് പ്രിന്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ എങ്കിലും എല്ലാം ഒരേ പ്രിന്റ് അല്ല, അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഒരു 2 മോഡലും പറഞ്ഞിട്ടോ. അത്യാവശ്യം കളക്ഷൻസ് ഇനി ഉണ്ട്, പക്ഷെ എല്ലാം പാടൊന്നും കാണിക്കാൻ പറ്റില്ല. ഇതൊരു അജ്രക് പ്രിന്റ് പോലെയായിട്ട് വന്നിട്ടുള്ളത്. ഇത് സൂപ്പർ, കണ്ടല്ലോ. നെക്കിലായിട്ട് വരുന്ന വർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് സംഭവം ഞാൻ പറഞ്ഞല്ലോ ഒരു ഹൈലൈറ്റ് ആയി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ വർക്ക്. നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയല്ല. ഈ ഒരു പ്രൈസ് ഭയങ്കര എന്ന് പറയുമ്പോൾ ഉറപ്പ് തരാൻ ഞാൻ നിങ്ങൾക്ക് ഭയങ്കര ഓഫറാണ്. കാരണം ഇതിലും കുറഞ്ഞിട്ട് ഈ ഒരു പീസ് കിട്ടില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ഇനി അറിഞ്ഞങ്ങാണ്ട് ഇങ്ങനെ നമുക്ക് ഇട്ടിട്ട് അവൾ ഈ പറഞ്ഞ നിലയ്ക്ക് ഇനി കുറച്ച് കൊടുക്കാമെന്ന് കരുതി ആരെങ്കിലും കുറച്ച് തരുമെന്ന് എനിക്ക് അറിയില്ല. അല്ലാതെ ഇത് കുറഞ്ഞ് കിട്ടില്ല കേട്ടോ. കാരണം ഇത് അത്രത്തോളം ക്വാളിറ്റി ഉള്ള ഒരു കോട്ടൻ്റെ സെറ്റാണ് കേട്ടോ. വെറും 690 രൂപക്ക് തരുന്നത്. ഓക്കെ, കണ്ടല്ലോ. ഇതാണ് അതിൻ്റെ ഷോള്. നമ്മൾ ഗൗണിൻ്റെ റേറ്റ് കുറച്ചിട്ടിട്ട് നമുക്ക് കുറച്ച് കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് നമ്മളിട്ട് ഗൗൺ നമ്മുടെ പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. പിന്നെയാണ് നമ്മൾ കുറച്ചൊക്കെ ഹോൾസെയിൽ എടുക്കാൻ തുടങ്ങിയത്. അപ്പം നമ്മൾ ആ ഒരു വിലക്ക് തന്നെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് തന്നതാണ് കേട്ടോ. കണ്ടല്ലോ, നല്ല നല്ല സെറ്റാട്ടോ. ഇതൊക്കെ നിങ്ങൾ തന്നെ പറയൂ ഈ പ്രൈസിന് കിട്ടുമെന്ന്. 890 വരുന്ന ഐറ്റാണ് മിനിമം റേഞ്ച് കേട്ടോ. മിനിമം റേഞ്ചാണ് പറഞ്ഞത് 890 രൂപ. അതാണ് നമ്മൾ 200 രൂപ കുറച്ചിട്ട് തരുന്നത്. അപ്പോൾ വേണ്ടവരൊക്കെ എത്രയും പെട്ടെന്ന് എടുത്തോളൂ കേട്ടോ. ഇത് അതിൻ്റെ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. ഈ ഒരു വർക്ക് ഉണ്ടല്ലോ ഭയങ്കര ഹൈലൈറ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഇട്ട് കാണിച്ചു തരണം. ഇത് തീർച്ചയായും ഇതിപ്പോൾ ഞാനൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒരു പീസ് ഞാൻ ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ മതി. ഇതും എന്തായാലും ഒറ്റയടിക്ക് സെയിലാവുന്നൊക്കെ ഉറപ്പാണ്. കാരണം അത്ര ഭംഗിയുണ്ട്. ഇതതിൻ്റെ ഷോളാണ് കേട്ടോ. ഈ ഒരു ഷാർട്ടും ഭംഗിയുണ്ട്. പിന്നെ പീസസ് ഒരുപാട് ഉണ്ടായതുകൊണ്ട് തന്നെ ഓരോന്നിനും കളേഴ്സ് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ തരിക. നിങ്ങൾക്ക് പറ്റിയത് ഇതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്യാം കേട്ടോ. എനിക്ക് ഫോൺ പേയോ, കാരണം എനിക്കിത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. കാരണം ചില കളേഴ്സൊക്കെ അത്രത്തോളം ഡിമാൻഡുള്ള കളേഴ്സ് ആണെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്കത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് എടുക്കാം. അതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ ഇത്. കണ്ടല്ലോ, ലാസ്റ്റ് അതിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ചിലവർ പറയുന്നുണ്ട് വീഡിയോക്ക് ക്ലാരിറ്റി കുറവാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഏകദേശം അറിയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ എടുക്കല്ലാതെ വേറെ മാർഗമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, കണ്ടല്ലോ സെറ്റിൻ്റെ ഒരു ഭംഗി എത്രത്തോളാണെന്ന്. ലാസ്റ്റ് സെറ്റ് എത്തി കേട്ടോ. ലാസ്റ്റ് സെറ്റ് ഇതാണ്. ഇതും തന്നെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. വൈറ്റ് ത്രെഡാണ് നെക്കിൽ വന്നിട്ടുള്ളത്. ഞാൻ മെഷർമെൻറ്റ് കാണിക്കാത്തത് സെയിം ആണ് കേട്ടോ മെഷർമെൻ്റ് ഒക്കെ വരുന്നത്. പിന്നെ അതിൻ്റെ ബോട്ടത്തിൻ്റെ ഒരു വർക്ക് കാണുന്നുണ്ടോ? കണ്ടല്ലോ, ഇതാണ് കേട്ടോ അതിൻ്റെ ബോട്ടത്തിൻ്റെ വർക്ക്. ഇനി അതിൻ്റെ ഷോള് കാണിച്ചു തരാം. അപ്പോൾ ഓഫീസ് വെയർ ആയിട്ടോ ഫങ്ഷൻസ് വെയർ ആയിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഡെയിലി യൂസിന് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇടണമെങ്കിൽ ഇടാം. പക്ഷേ വീട്ടിൽ നിന്ന് ഇട്ടാലും തന്നെ കേടുവരില്ല കേട്ടോ. ഇത് പുറത്തോട്ടൊക്കെ ഇടാൻ പറ്റിയതാ. ഇതെല്ലാം വെറും അബായ മാത്രം പുറത്തിടുന്നവരുണ്ടാവുമല്ലോ, അവർക്ക് ഇങ്ങനത്തെ കോട്ടൺ ചുരിദാർ ഭയങ്കര ഇഷ്ടമായിരിക്കും. കണ്ടല്ലോ ഇതിൻ്റെ ഷോളിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇത് ഈ ഒരു സെറ്റാണ് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അടുത്തൊരു കളറ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. ഈ ഗ്രീനൊക്കെ എന്താ പറയുക നല്ല ഭംഗിയുള്ള ഗ്രീനാട്ടോ.
എല്ലാം ഭംഗിയുണ്ട് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതന്നെ പൊക്കി 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 കൊണ്ടേ ഇടാൻ തുടങ്ങിയിരിക്കുന്നത് പറഞ്ഞിട്ട്. പക്ഷെ ഭംഗിയുണ്ട് ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറയണത്. ഇനിയിപ്പോൾ ഭംഗിയില്ലാത്തൊരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഭംഗിയുണ്ട് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ വന്ന് പറയും 5 കൈക്കില്ലാത്ത ഡ്രസ്സ് ആയിരുന്നു. പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല, നല്ല ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഏത് ഡ്രസ്സിനും നമുക്ക് ലൈഫ് ലോങ് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല, അത് മനുഷ്യർക്ക് പോലും ഇല്ല. സോ ഡ്രസ്സ് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ യൂസേജിനനുസരിച്ചും പാടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ലൊരു പ്രൊഡക്റ്റ് എടുത്തിട്ട് നല്ല വെയിലത്ത് കൊണ്ടുപോയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നരച്ചു പോകും. പിന്നെ മെറ്റീരിയൽ നരച്ചു പോയി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ഏതൊരു പ്രൊഡക്റ്റും അങ്ങനെ തന്നെയാണ്, നമ്മുടെ യൂസേജിനനുസരിച്ചായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ നേരവണ്ണം ഉപയോഗിക്കാതെ എൻ്റെ മേത്തോട്ട് കുറ്റം ഇടരുത്. അതുപോലെ വാഷ് ചെയ്യുമ്പോൾ ഏത് ഡ്രസ്സും ശ്രദ്ധിക്കണം. എല്ലാം കൂടെ ഒപ്പിട്ട് അലക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളർ പിടിച്ചു എന്ന് വരും. അപ്പോൾ ഡ്രസ്സ് വാഷ് ചെയ്യണോടത്തും യൂസ് ചെയ്യണോടത്തൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 100 രൂപയുടെ ഡ്രസ്സും 10,000 രൂപയുടെ ഡ്രസ്സും നമുക്ക് ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൊണ്ട്. ഇത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. ഇതൊക്കെ കുറച്ച് റയർ ഷെയ്ഡ്, അങ്ങനെ കിട്ടത്തില്ല. പക്ഷെ ഇത് എല്ലാവർക്കും ഒരുപോലെ ചേരുന്ന ഷെയ്ഡല്ല, പക്ഷെ എങ്കിലും ഈ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ. മസ്റ്റേർഡ് യെല്ലോ അല്ല കേട്ടോ, ലൈറ്റ് യെല്ലോ ആണ്. അത് ഞാൻ പറഞ്ഞത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണെന്ന്. അപ്പോൾ ഇതോടുക്കുന്ന കൂടി നമ്മുടെ ഈ ഒരു ചുരിദാറിൻ്റെ കളക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നത് ഇതിൻ്റെ ബോട്ടാണ്, ഇതിൻ്റെ ഷോളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്തോളൂ. നല്ല അടിപൊളി ആയിട്ടാട്ടോ, ഞാൻ ഉറപ്പ് തരാം 690 കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ 1 by 1 ആയിട്ട് നമ്മൾ ഓർഡർ എടുക്കും. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യണ്ട, പെട്ടെന്ന് ഓർഡർ വന്നോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഓരോ മൂഡാണ്, ചിലപ്പോൾ നല്ലോണം ഓഫറിൽ കൊണ്ടുവരും. പിന്നെ നൈറ്റീസ് ഉണ്ടോ ചോദിച്ചിരുന്നു. നൈറ്റീസ് ഒക്കെ ഓൾറെഡി നമ്മുടെ അടുത്ത് 199 ഒക്കെ വന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ വീഡിയോ ഇടാൻ എനിക്ക് പറ്റുന്നില്ല. അത് ഇൻഷാ അല്ലാഹ് ഇടും. അപ്പം നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ.